ദുരിതക്കയത്തിൽ നിന്ന് കരകയറാതെ തിരുവനന്തപുരം വിഴിഞ്ഞത്തെ KSRTC ഡിപ്പോ. സംഭവം എന്താണെന്നല്ലേ? മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് ഇവിടെ നിന്ന് ദിനം പ്രതി ബസ് കയറാൻ എത്തുന്നത്. എന്നാൽ ഈ മഴക്കാലത്തിന് മുന്നേ ഡിപ്പോയിലെ കുഴികൾ നികത്താൻ പോലും അധികൃതർക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ അനാസ്ഥയ്ക്ക് ഇരയായത് KSRTC ജീവനക്കാർ തന്നെയായിരുന്നു. പ്രിയദർശിനി ബസ്സിൽ ആദ്യത്തെ ഡ്യൂട്ടിക്ക് പോയ വനിതാ കണ്ടക്ടർ സിന്ധുവിനാണ് കുഴിയിൽ വീണ് പരിക്കേറ്റത്. ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഒരുപാട് തവണ പറഞ്ഞതും ശ്രദ്ധയിൽപ്പെടുത്തിയതും ഒക്കെയാണ്. എന്നിട്ടും ഈ പുതിയ പദ്ധതി ആരംഭിക്കുന്നതിന് മുന്നോടിയായെങ്കിലും ഒന്ന് മോടി പിടിപ്പിക്കാനെങ്കിലും ശ്രമിച്ചില്ല എന്നതാണ്. ഈ കുഴിയിൽ വീണ് പരിക്കേറ്റ വനിതാ കണ്ടക്ടറുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? മോത്തി, സിന്ധുവിൻ്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ കാലിന് പൊട്ടലുണ്ട്. കാരണം ഇന്നലെ ഇടത്തെ കാലിനാണ് പരിക്കേറ്റത്. ആ കുഴിയിൽ വീണാണ്. അത് ഞാൻ കാണിക്കാം. കുഴിയിൽ വീണ് പരിക്കേൽക്കുകയായിരുന്നു. നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇടുകയായിരുന്നു. വിഴിഞ്ഞം ഡിപ്പോയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. മോത്തി തുടക്കത്തിലെ പറഞ്ഞതുപോലെ, അതായത് ഓരോ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് നല്ല കാര്യമാണ്. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ അത് ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് ഈ KSRTC ഡിപ്പോയുടെ കാര്യം. ഡിപ്പോയുടെ പ്രശ്നങ്ങൾ, അതായത് എല്ലാ ഡിപ്പോകളിലും ഈ പ്രശ്നമുണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ പ്രശ്നങ്ങളുള്ള ഡിപ്പോകളുണ്ട്, ശോചനീയ അവസ്ഥയിലുള്ള ഡിപ്പോകളുണ്ട്. ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം ഡിപ്പോയിലേക്ക് കയറുന്ന ഭാഗത്തും ഇറങ്ങുന്ന ഭാഗത്തുമുള്ള ആ കുഴികളാണ്. അതായത് ഡിപ്പോയ്ക്ക് അകത്തുള്ള കുഴികൾ. മഴ പെയ്താൽ, ഇപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് ആ കുഴിയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണാം. പക്ഷെ മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ ഇവിടെ എല്ലാം വെള്ളം കെട്ടിക്കിടന്ന് ഈ കുഴിയുടെ ആഴം എത്ര ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഈ സിന്ധു എന്ന് പറയുന്ന വെങ്ങാനൂർ സ്വദേശിയായ കണ്ടക്ടർ പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്ത് ആദ്യത്തെ വിഴിഞ്ഞം ബസ് സർവീസ് നടത്തിയപ്പോൾ ആ ബസ്സിലെ കണ്ടക്ടറായിരുന്നു സിന്ധു വീണത് ഈ കുഴിയിലാണ്. ഇവിടെയാണ് കാല് പെട്ട് അവരുടെ ഇടത്തെ കാലിന് പരിക്കേൽക്കുന്നത്. നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് സംസാരിക്കാം. ചേട്ടാ, ഇത് നിങ്ങൾ ഒരുപാട് നാളായി പരാതിപ്പെടുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞു. 5 വർഷത്തോളമായി നമ്മൾ ഈ വിഷയം, ഞാൻ പൗരാവകാശ സമിതിയുടെ സെക്രട്ടറിയാണ്, പെരുക വിനോദ് കുമാറാണ്. പല പ്രാവശ്യവും മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഡിപ്പോയിലുള്ള ഇതിൻ്റെ മെയിൻ തിരുവനന്തപുരത്തിൻ്റെ ഉത്തരവാദപ്പെട്ടവർക്കെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആരും തന്നെ ഒരു നടപടിയും ഇവിടെ എടുത്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ശൗചാലയം. അത് മെയിൻ്റനൻസ് പണികൾ ചെയ്ത ആഴ്ചയിൽ 3 ദിവസം വെള്ളം വരുന്നുണ്ട്. അതിനെ വെച്ച് വൃത്തിയാക്കി ക്ലിയർ ചെയ്യാൻ ശുചീകരണ തൊഴിലാളികളുണ്ട് ഇതിനകത്ത് തന്നെ. അവരതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥയിലാണ് ഇവിടെ പോകുന്നത്. അതിന് വേണ്ട നടപടികൾ മന്ത്രിതലത്തിൽ ഇടപെട്ട്. എത്ര നാളായി ഇങ്ങനെ കിടക്കുന്നു? ഇതൊരു ഒരുപാട് വർഷങ്ങളായി. പല പ്രാവശ്യം നമ്മൾ പരാതി കൊടുത്തിട്ടും ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. പൗരാവകാശ സമിതിയുടെ പത്രങ്ങളിൽ വാർത്ത വന്നു. അപ്പോൾ ഇവിടുത്തെ ആയിക്കോട്ടെ, ഞാൻ ഏറ്റുകയാണ്. നിങ്ങൾ ആരുടെ അനുവാദത്തോടെ ഈ ഇവിടുന്ന് എടുക്കുന്നു? ഇവിടെ ഒരു അപകടം ഉണ്ട്, നിങ്ങൾ അറിഞ്ഞായിരുന്നു? ഈ KSRTCയുടെ സ്ഥാപനമാണിത്. ഇത് KSRTC ആരുടെയെങ്കിലും അനുവാദം ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ചോദിക്കുന്നത് അപകടം സംഭവിച്ച അത് നോക്കാൻ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരുണ്ടല്ലോ. ഈ ഒരു പ്രശ്നം നോക്കാൻ ആരും ഇത് വന്ന് നിങ്ങൾ എന്തിനാ എടുക്കുന്നത്? ആരുടെ അനുവാദത്തോടെയാ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടുത്തെ ഏറ്റവും അല്ലേ? നിങ്ങൾ കാണുന്നില്ല? അത് ഞങ്ങൾ നോക്കിക്കോളാം. അത് കേട്ടോ, നിങ്ങൾ നോക്കണം. അത് കൃത്യമായി നോക്കേണ്ടതാണ്. കാരണം ഇത്രയും വർഷമായിരിക്കുകയാണ് ഏറ്റവും നമ്മൾ അനുവാദം ആരുടെയും സ്വകാര്യ സ്വത്തല്ല KSRTC എന്ന് പറയുന്നത്. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പൊതുഗതാഗത സംവിധാനമാണ്. അവിടെ ഇത്തരത്തിൽ പൊതുജനങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നം ഈ 4ാം ലോകമായ മാധ്യമങ്ങളല്ലാതെ മറ്റാരാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ആ സാർ ഉദ്ദേശിക്കുന്നത് സാർ പുറത്തു പറയുന്ന വിവരം മാത്രം നമ്മളൊക്കെ കേട്ട് പഞ്ചപുച്ഛമടക്കി നിന്നാൽ മതി എന്നായിരിക്കും. നൂറ്റാണ്ട് മാറി എന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയേക്കൂ ഹരി. അതെ, അദ്ദേഹം അങ്ങനെ മോത്തി അദ്ദേഹം അങ്ങനെ ചിന്തിച്ചതായിരിക്കാം. കാരണം അതായത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതും അതാണ്. അദ്ദേഹം നിങ്ങളിത് ആരോട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ വർഷങ്ങളായി ഇവിടെയുള്ള പ്രശ്നം നോക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വിഴിഞ്ഞം ഡിപ്പോയുടെ ഏറ്റുവാണ്. അദ്ദേഹത്തോട് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നമ്മളോട് ഇവിടുന്ന് പോകാൻ വേണ്ടി വന്നപ്പോൾ സംസാരിച്ചതാണ് പ്രേക്ഷകർ കണ്ടത്. പക്ഷേ വളരെ ദയനീയ അവസ്ഥയിലാണ്, ശോചനീയ അവസ്ഥയിലാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൂടി പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഒരു KSRTCയിലെ തന്നെ ഒരു ജീവനക്കാരിക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അത് നമ്മൾ അറിഞ്ഞ കാര്യം. പക്ഷെ അതിനു മുമ്പ് ഇതുപോലെ അപകടത്തിൽപ്പെട്ടവരുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അത് അറിഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് വിഴിഞ്ഞം ഡിപ്പോയിലെ അവസ്ഥയാണ്. ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.